ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും 5ാം ക്ലാസ്സിൽ നിന്ന് നേരെ 6ാം ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും വലിയ കുട്ടികളായി. മിസ് ഇങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടന്നിരുന്ന നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ കുട്ടികളായിരുന്നു. ഇനി 6ാം ക്ലാസ്സിലേക്ക് ഇതേ മാറാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5ാം ക്ലാസ്സിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പഠിക്കും, ഭയങ്കരമായിട്ട് സെറ്റാക്കും. എക്സാം ആകുമ്പോഴേക്കും ഒരു 3 വട്ടമെങ്കിലും റിവിഷനൊക്കെ നടത്തിയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിചാരിക്കും. പക്ഷേ അവസാനമൊക്കെ ആവുന്ന സമയം നമുക്കറിയാം അല്ലേ, ഇവിടെ മര്യാദയ്ക്ക് പഠിച്ചു തന്നെ തീർന്നു കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് മിസ് റിവിഷനൊക്കെ നടക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അല്ലേ. കാരണം എന്താണ്, നമുക്ക് ചില കുഞ്ഞു മടികളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകേണ്ടത്, ഈ 6ാം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ആയിക്കണം അല്ലേ. അപ്പോൾ ഇതുവരെ കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിസ്റ്റേക്കുകളോ എല്ലാം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ഇനി പഠിക്കാനായിട്ട് തുടങ്ങണം അല്ലേ. അപ്പോൾ 6ാം ക്ലാസ് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ട് ആവണം, അടിപൊളിയായിട്ട് പഠിച്ച് ക്ലാസ്സിലെ ടോപ്പർ ആവണം, പാരൻസിനൊക്കെ ഭയങ്കര ഹാപ്പി ആക്കണം, അങ്ങനെ നമ്മുടെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങളില്ലേ. അപ്പോൾ ഇതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ പഠിച്ചു തുടങ്ങണ്ടേ? എപ്പോഴായിരിക്കും? ഇപ്പോൾ നമുക്ക് സ്കൂളൊന്നും തുറന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സൊക്കെ ഓരോ ചാപ്റ്റേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് പഠിച്ചാൽ മതിയോ? പോരാ. ഓക്കെ, പിന്നെ എപ്പോൾ പഠിക്കണം എന്നുള്ളതാണ്, ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ചാനലിലായിരിക്കില്ല ഇനി നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുക. ഓക്കെ, അതായത് സംഭവം അതേ സെയിം ചാനൽ തന്നെ, പക്ഷേ അതിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാനൽ തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ പേര് ജസ്റ്റ് നമ്മളിങ്ങനെ മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇതേണ്ടോ, ക്ലാസ് 6 എന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ നോക്കിയാൽ മതിയാവും, ക്ലാസ് 6 എന്നുള്ളതാണ് നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇത് ചാനൽ മാറിപ്പോയല്ലോ, ഇത് എൻ്റെ ചാനലല്ലോ, എക്സാമിനറിൽ ഞാൻ ഇതിലല്ല കണ്ടിരുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കണം കേട്ടോ. ഈ ഒരു ചാനലിലായിരിക്കും ഇനി നിങ്ങൾക്ക് ക്ലാസ്സസൊക്കെ വരിക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം, ഇന്നാണ് നമ്മുടെ ബാച്ച് ലോഞ്ച്. ഓക്കെ, നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു ബാച്ച് ഈ ഒരു വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ യുവ ബാച്ച് എന്ന് പറയുന്നത്, 6ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ്. ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ടായിരിക്കും ഈ ഒരു ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ പലരും വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, മിസ് ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സംഭവം എന്താ വെച്ചാൽ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിലും മിസ്സാക്കാതെ നമ്മുടെ ഈ ഒരു ലൈവ് നിങ്ങൾ കാണണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞുതരും. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നായിരിക്കും നമ്മുടെ ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുന്നതായിരിക്കും. പിന്നെ അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ, ഓക്കെ, മെയ് 21 നാളെ ഇതേപോലെ തന്നെ 7:30 നമ്മുടെ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്തായാലും കാണണം. അതിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ്സാക്കാതെ കാണണം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിതേ തിരിച്ച് വരികയാണ്. അപ്പോൾ പലർക്കും ഒരു തോന്നലുണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് മിസ് ഇത്ര നേരത്തോടെയൊക്കെ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞങ്ങൾക്ക് സ്കൂളൊന്നും തുറന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര നേരത്തോടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ബുക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ സിലബസ് ഒക്കെ നോക്കിയായിരുന്നോ? നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയോ? നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആയിരിക്കില്ല, നമുക്ക് അത്രയും സിമ്പിൾ ആയിരിക്കില്ല, അതിൻ്റെ ഒരു ലെവൽ ഇച്ചിരി കൂടിയ തരത്തിലായിരിക്കും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ മിസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ വോളിയം 1, ഓക്കെ, 2 വോളിയം ഉണ്ടല്ലോ, അതിൽ വോളിയം 1-ലുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളതാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാസ്കറ്റ്സ് ഓഫ് ലൈഫ്, ദ എസൻസ് ഓഫ് ചേഞ്ച്, പിന്നെ അതേപോലെ തന്നെ ഫ്ലവർ ടു ഫ്ലവർ, അലോങ് വിത്ത് മോഷൻ, പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വോളിയം 1-ലുള്ളത്. അതിനുശേഷം ബേസിക് സയൻസിൻ്റെ വോളിയം 2-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ് ഇൻ ഹാർമണി, അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, മൂൺ ആൻഡ് സ്റ്റാർസ്, മിക്സ് ആൻഡ് സെപ്പറേറ്റ്, പിന്നെ വരുന്നുണ്ട് ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, അങ്ങനെ മൊത്തം നമുക്ക് 10 ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ബേസിക് സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബേസിക് സയൻസിൽ മാത്രമായിട്ട് തന്നെ 10 ചാപ്റ്റർ ഉണ്ട്. ഇനി അടുത്തത് തീർന്നിട്ടില്ല, നമ്മുടെ മാത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾസ്, ആവറേജ്, ഫ്രാക്ഷൻസ്, വോളിയം, ഡെസിമൽ ഫോംസ് പിന്നെയുണ്ട്. ഓക്കെ, വോളിയം 2-ൽ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ്, ഡെസിമൽ ഓപ്പറേഷൻസ്, ജോയിനിങ് ആംഗിൾസ്, ഹൗ മച്ച് ഓഫ് 100, ലെറ്റർ മാത്സ്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അങ്ങനെ 11 ചാപ്റ്റർ നമുക്ക് ഏതെങ്കിലും പഠിക്കാനുണ്ട്.
നമ്മുടെ മാത്സിൽ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇതിലായാലും ഇതിപ്പോൾ മിസ്സ് നമ്മുടെ ബേസിക് സയൻസും മാത്സും മാത്രമേ മിസ്സ് എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും കേട്ടോ. നമ്മുടെ എക്സാമിനറിൽ എല്ലാത്തിനും കംപ്ലീറ്റ് ക്ലാസ്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലില്ലാത്തത് മിസ്സ് മെയിൻ ആയിട്ടുള്ള 2 സബ്ജക്റ്റുകൾ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് എത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. ബേസിക് സയൻസിലാണെങ്കിൽ 10 ചാപ്റ്റർ, അതേപോലെ തന്നെ മാത്സിലാണെന്നുണ്ടെങ്കിൽ 11 ചാപ്റ്റർ. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം. മാത്രമല്ല കുറച്ച് അത്യാവശ്യം ഒരു ലെവൽ ഇച്ചിരി നമ്മുടെ 5ാം ക്ലാസ്സിലെ പോലെ ആയിരിക്കില്ല, ഒരു പൊടിക്കും കൂടെ ലെവൽ കൂടിയതായിരിക്കും ഈ ഓരോ ചാപ്റ്റേഴ്സും. ഓക്കെ, അപ്പോൾ അത് നല്ല വൃത്തിക്ക് തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് ഒരു തരത്തിലും ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സ്ലോ ആയിട്ട് തന്നെ, ആരും സ്പീഡിലൊന്നും പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറേശ്ശെ നമ്മൾ പഠിക്കാനായിട്ട് തരുള്ളൂ. അപ്പോൾ അത് കുറേശ്ശെ ഓരോ ദിവസം നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ എക്സാം ആകുമ്പോഴേക്കും എൻ്റെ കുട്ടികൾക്ക് ഈസി ആയിട്ട് എല്ലാതും കവർ ചെയ്യാനും സാധിക്കും. എന്നാൽ നമുക്ക് ഓരോ ദിവസം ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ യുവ ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കുക. അതിനുശേഷം നാളെ രാത്രി കൃത്യം 7:30 തന്നെയായിട്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിലും ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ 2 കൂട്ടരും എന്ത് ചെയ്യണം? മിസ്സാക്കാതെ ഈ ഒരു ലൈവ് കാണണം. ഓക്കെ, അപ്പോൾ ഈ മിസ്സുന്നുണ്ടായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കാതെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇന്ന് രാത്രി 7:30 വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം.